പുള്ളി ഡ്രസ്സ് മാറുന്നതിനിടക്ക് തിരിഞ്ഞു വിട്ടത്. പുള്ളി അത് തിരിച്ചിട്ട് അല്ല വന്നിറങ്ങി. നല്ല ഉറക്കക്ഷീണുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. അടി കിട്ടി ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ആ ഉറക്കക്ഷീണമൊക്കെ പള്ളേ കളയാം നമുക്ക്. ഓക്കെ, ഹലോ, ഞാനാണ് നിങ്ങളുടെ NJ ഫിഷിങ്. ഞാനും നമ്മുടെ ആശാനും ബൈറ്റ് ബാൻഡ് ഞങ്ങൾ ചൂണ്ടൊക്കെ ഇറങ്ങിയേക്കാണ്. അപ്പോൾ കല്ലറ ഭാഗത്തേക്കാണ് ഇറങ്ങിയതെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ സ്പോട്ടുകളൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് ഡോസിന് ഒരു ഫ്രോഗ് കിട്ടുമായിരുന്നു. അത് കുഴപ്പമില്ലാത്ത ഫ്രോഗാണ്. കുറേ നാളായിരിക്കാന്നുണ്ട്. ഞാൻ പേര് പിന്നെ പറഞ്ഞത് എന്തോ ചൈന ഫ്രോഗാട്ടെ അങ്ങനെ എന്തോ ഫ്രോഗാണിത്. അപ്പോൾ അടിച്ച് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം കിട്ടി. നമുക്കൊരു ചെറിയൊരു കണ്ണനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം എടുക്കാനുള്ള ടൈപ്പിലുള്ള ഒരു വലിപ്പമുള്ളൊരു കണ്ണൻ. അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങുകയാണ്. അതിരാവിലെ തന്നെ നല്ല ക്ലൈമറ്റ്, നല്ല അടിപൊളിയായിട്ട് സെറ്റ്, നല്ല മൂഡ്, ഭയങ്കര വ്യൂ ആണ് കേട്ടോ. അവിടെ അറ്റത്തൊക്കെ ആൾക്കാർ വല വീശുന്നുണ്ട്. ഭയങ്കര സെറ്റപ്പല്ലേ നോക്കി. അറ്റത്ത് കോട, ചെറിയൊരു മലയും പാടവും. അപ്പോൾ ഓക്കെ, അടിച്ചു വേണം ആടാൻ വേണ. ഓ, പൊളി വരാല് നല്ല ചിമിട്ട് സാധനം, നല്ല നെയ്യ് മുറ്റിയിരിക്കണ സാധനം. കുഴപ്പമില്ല, അത്യാവശ്യം എടുക്കാനുണ്ട് അല്ലേ? അത്യാവശ്യം എടുക്കാനുണ്ട്. അടിച്ചു ഹെവി. ഓ കുഴപ്പമില്ല, സൈസ് കുഴപ്പമില്ല, സൈസ് വരാല് അടിപൊളി. അപ്പോൾ രണ്ടാമത്തെ വരാലാണ് നമുക്ക് അടിച്ചേക്കണ. അടിച്ചു വാടാ. അട്ടപ്പാ ഇവിടെ ഇറങ്ങാൻ പറ്റുമോ ചേച്ചി? അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാൽ കയറുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വരാലാണ് കേട്ടോ. അപ്പം മൂന്നാമത്തെ വരാലാണ് നമുക്ക് അടിച്ചേക്കുന്നത്. അപ്പോൾ അതെ, നമ്മുടെ കുഞ്ഞൻ ഫ്രോഗിൽ ഇത്രയുള്ള ഫ്രോഗാണ്ടോ, ചെറിയ ഫ്രോഗ്. അപ്പോൾ കിട്ടിയേക്കണം മുതൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരാലാണ്. അപ്പോൾ നമുക്ക് കാസ്റ്റിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അവനൊന്നും കിട്ടിയല്ല, ഒന്നും കിട്ടിയല്ല അവന്. അപ്പോൾ അതെ, നമ്മുടെ ചേച്ചി
ആ കരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് ചാടിച്ചെന്നാണ്ടോ ചേച്ചി? ചേച്ചിയുടെ പേരെന്താ? സുലോചന. അപ്പോൾ ഓക്കെ ഗൈസ്, മൂന്നാമത്തെ ഉണ്ടോ? അടിച്ചു. എടുക്കാം. കയറി, അടുത്ത വരാല് കയറി. അത്യാവശ്യം തെറ്റില്ലാത്തൊരു വരാലും കയറിയുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റിയ സൈസാ. അടിച്ചു അടിച്ചു പോണേ. അയ്യോ, കുഴപ്പമില്ല കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാം വിയറ്റ്നാമാന്ന് തോന്നുന്നുണ്ടത്. അതെ, വിയറ്റ്നാമാ, നാടനല്ല. ഭയങ്കര ഹുക്കപ്പ് പ്രൈസുള്ള ഫ്രോഗാണ്ടത്. ഭയങ്കര ക്വാളിറ്റിയാണ് റബ്ബറിന്. അതുപോലെ തന്നെ അത്യാവശ്യം നാടനും അത്യാവശ്യം വലിപ്പമുള്ള നാടനും ഒക്കെ കയറും കേട്ടോ. നല്ല ഫ്രോഗാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്രോഗ്. അടുത്തടിച്ചു. ഇട്ടില്ല, ഇട്ട വൈക്ക് അതിന് മുന്നേ തന്നെ അടിച്ചിട്ടോ വരാല്. കണ്ടോ, ചെറിയ വരാല്. ഇട്ടില്ല, അതിക്ക് മുന്നേ തന്നെ അടിച്ചു. ഇന്ന് കണി കൊള്ളാം. ആ, ഇത് ചെറുതാ, അത്യാവശ്യം വലുത് കിട്ടി. ആ, നമ്മളെ ചെറിയ ഫ്രോഗിൻ്റെ ഗുണം നോക്കിയേ. അതിൻ്റെ അണ്ണാക്കിലേക്ക് വേണ്ട ഇത്രയും ടൈം കൊടുത്തു കഴിഞ്ഞാൽ പരമാവധി അകത്തേക്ക് കയറും കേട്ടോ. ഫ്രോഗ് ഇരിക്കണുണ്ടോ, കുഞ്ഞും മീനാ ഉണ്ടോ. ഫ്രോഗ് ഇരിക്കണോക്കി അതിൻ്റെ അണ്ണാക്കില. അതാണ്, നമുക്ക് ചെറിയ ഫ്രോഗ് ഉണ്ടെങ്കിൽ നമുക്ക് വലുതിനെ കിട്ടിയില്ലെങ്കിലും ഒരു മടുപ്പ് വരില്ല. നമുക്ക് അത്യാവശ്യം ചെറുതിനൊക്കെ ഇങ്ങനെ വാരി കൂട്ടാം നമുക്ക്. അട്ടി സിൽക്കി നല്ലൊരു ജമ്പർ സാധനം അവിടെ ഉണ്ടല്ലോ. കുറേ നേരം നോക്കി അവനെ, പക്ഷെ അവൻ ഒന്നും നമുക്ക് അടിച്ചില്ല. നമുക്ക് എവിടെ നിന്ന് അങ്ങോട്ട് കീച്ചു നോക്കാം. അടിച്ചു. ഓ, ഹെവി വരാൽ, ഹെവി വരാലിനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല അടിപൊളി നാടൻ അല്ലേ. എന്താ അവൻ്റെ ഒരു പവറ്, അടിപൊളി സൂപ്പർ സാധനം. എങ്ങനെ പോണാ? അപ്പാ കുഞ്ഞും ഫ്രോഗിൻ്റെ പവർ കണ്ടോ. അതാണ്, നമുക്ക് വരാൽ പിടിച്ചാലും മടുക്കൂല, ഭയങ്കര ത്രില്ലിങ്ങാണ്. ഇപ്പം നമുക്ക് ചേറൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഒരു മടുപ്പ് കിട്ടില്ല. തുടരെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ആ ഫ്രോഗിൽ. അത് ഞാൻ പറയാം, ഭയങ്കര റിസൾട്ടുള്ള ഫ്രോഗാണ്ടത്, ചൈന ഫ്രോഗ്. പേര് നമ്മുടെ ബഷീർ മാറമ്പള്ളിയുടെ കടയിലിരിക്കുന്നുണ്ട്. അപ്പം ഞാനവിടെ പോയിട്ട് ആ പേര് ഞാൻ പറയാം. എന്തോ ചൈന ഫ്രോഗാണ് അത്, ഞാൻ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ഞാൻ നിങ്ങൾക്കത് ഫ്രോഗിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം. ആടാ, അടിച്ചു. വാ. അപ്പോൾ 10 എണ്ണമായുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ 10 വരാൽ, 10ാമത്തെ നമ്പർ തികച്ചു. 10ാമത്തെ, അതും ചൈനയുടെ കുഞ്ഞൻ ഫ്രോഗ് കേട്ടാ. എൻ്റെ പൊന്നെ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നോക്കട്ടെ, ഞാൻ കടയിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ.
എന്തായാലും കടയിലേക്ക് പോകുന്നുണ്ട്. കടയിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, 10 കിട്ടിയിട്ടുണ്ട് കേട്ടോ. 10 നിരത്താണ്. നിരത്തിയിട്ട് വലിപ്പമുള്ളതും ഇതൊക്കെ വെച്ചിട്ട് ഫ്രോഗ് ഉൾപ്പെടെ കാണിച്ചു തരാം. എന്തോരമുള്ള ഫ്രോഗിലാണ് അടിച്ചേക്കണതെന്ന് ആ ഫ്രോഗ് ഉൾപ്പെടെ വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, രാവിലെ വന്നു കഴിഞ്ഞിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വരാലിനെ കിട്ടിയുണ്ട് കേട്ടോ. ഒരു 10 കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ ഫ്രോഗും ഞാൻ കാണിച്ചു തരാം കേട്ടോ. 10 വരാല് കോളം തയ്ച്ചു ഒന്ന്. അയ്യ, മൂന്ന് 6 3 7 ദൂരെ പോയി ഇച്ചിരി ഇത് കൂറില്ല. കിണ്ണോട് കാണില്ല. അവിടെ അടങ്ങി കിടക്കുവാനാ ഇത് വീഡിയോ കേട്ടാ. വരാല് ഈ ഫ്രോഗ് ഫ്രോഗ് കാണണം. അങ്ങനെ വെക്കണ്ട മറ. ഇന്നത്തെ താരം ദൈവനാണ് കേട്ടോ. ഇത്രയും വരാലിനെ പിടിച്ചതിൽ അപ്പോൾ ഇന്ന് ടാർഗറ്റ് 10 വരാൽ. കണ്ടില്ലേ ഫ്രോഗ് കണ്ടില്ലേ, ചെറിയ ഫ്രോഗ്. അപ്പോൾ എൻജോയ് ഫിഷിങ്ങാണ്. എല്ലാവരും ചാനൽ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ ഇടുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ഫ്രോഗിൻ്റെ പേര് ഞാൻ മാറമ്പള്ളി ബഷീർക്കാടത്ത് ചെന്നതിൻ്റെ ചോദിച്ചു നോക്കാം. ഞാൻ ആ പേര് ഞാൻ മറന്നുപോയി. ഇത് ഒരുപാട് നാളായി മേടിച്ചിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഫ്രോഗ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ട് എല്ലാവരും എടുത്തോ. പൊളിയാണ്. കണ്ടങ്ങളിലൊക്കെ ചെറിയ കണ്ടത്തിൽ വെള്ളമൊക്കെ അത്യാവശ്യം ചെറുതായിട്ട് കിടക്കുമ്പോൾ മീഡിയം ലെവലിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫ്രോഗാണ്. ഉറപ്പാണ്, ഷുവറായിട്ടും കയറും വരാൽ. അപ്പോൾ ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.